സൈനുൽ ആബിദ് സഖാഫി പത്തനാപുരം, കൗൺസിലർ, സൈക്കോതെറാപ്പിസ്റ്റ്, LD മാനേജ്മെൻറ്റ് ട്രെയിനർ, റെമഡി പ്ലസ് ക്ലിനിക് ഓമശ്ശേരി. പഠിക്കാത്ത ഒരു കുട്ടി, ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കുന്നതിൻ്റെ മുമ്പായിട്ട് രക്ഷിതാവിന് ഒരു കത്ത് എഴുതുകയാണ് അധ്യാപകർ. മാതാവിൻ്റെ കയ്യിൽ കിട്ടിയ ഈ കത്ത് ആ അമ്മ വായിച്ചു. അതിലുള്ള വരികൾ എന്താണ്? എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഒന്നും പഠിക്കുന്നില്ല, അവന് ബുദ്ധി കുറവാണ്, പഠിക്കുന്ന കാര്യങ്ങളിലൊന്നും അവനക്ക് ശ്രദ്ധയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ അവൻ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. സ്കൂളിൽ നിന്ന് അവനെ മാറ്റാൻ തീരുമാനിക്കുകയാണ്. വായിച്ചതിന് ശേഷം നല്ലൊരു മറുപടി കത്താണ് അമ്മ എഴുതുന്നത്. എൻ്റെ മകന് നല്ല ബുദ്ധിയുണ്ട്, അവനക്ക് നല്ല ഉൾക്കാഴ്ചയുണ്ട്, അവൻ എല്ലാത്തിനും ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞുള്ള മറുപടി കത്താണ്. അതിൻ്റെ അവസാനമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവനെ വീട്ടിൽ വെച്ച് അവനെ വളർത്താം, അവനെ പഠിപ്പിക്കാം. അങ്ങനെ സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി വീട്ടിൽ വെച്ച് ആ കുട്ടി വളരുകയാണ്. ഏകദേശം 10 വയസ്സ്. ആ സമയത്ത് ഈ കുട്ടി വീട്ടിലുണ്ടായിരുന്ന കേടുപാടുകൾ സംഭവിച്ച ടോയ്സുകൾ എടുത്ത് അത് എല്ലാം അഴിച്ചു പണിതു. അങ്ങനെ പരമാവധി കുട്ടിക്ക് കഴിയണതൊക്കെ കുട്ടി ചെയ്തു. അങ്ങനെ കുട്ടി കണ്ടെത്തലുകൾ പഠിച്ചു, ഓരോന്ന് എങ്ങനെ ഉണ്ടായി എന്ന തിരിച്ചറിവ് കുട്ടിക്ക് ലഭിച്ചു. ആ വിദ്യാർത്ഥിയാണ് പിന്നീട് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ എന്ന വലിയ ശാസ്ത്രജ്ഞനായി മാറിയിട്ടുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു രക്ഷിതാവിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ്. ആ കുട്ടിയുടെ മനസ്സറിഞ്ഞുകൊണ്ട്, കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കി ആ കുട്ടിയെ അതിൻ്റെതായ മേഖലയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർക്കുണ്ടായ വലിയൊരു ഗുണമാണ്. ഇതുപോലെ നമ്മളൊക്കെ മനസ്സിലാക്കണം, കുട്ടികൾ വ്യത്യസ്തരാണ്, പല കഴിവുള്ളവരാണ്. ഒരു കുട്ടിക്ക് പഠനത്തിൽ കഴിവാണെങ്കിൽ മറ്റൊരു കുട്ടിക്ക് പലതും ഉണ്ടാക്കാനുള്ള കഴിവായിരിക്കും. ഓരോ കുട്ടിയിലും വ്യത്യസ്തമായ കഴിവുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും എൻ്റെ കുട്ടിയുടെ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതോടൊപ്പം അവർക്ക് എന്താണോ കഴിവുള്ളത്, ഏത് മേഖലയിലാണോ അവർ ഇഷ്ടം വെക്കുന്നത്, ആ മേഖലയിലേക്ക് അവരെ പറഞ്ഞയക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും വലിയ ഗുണമുള്ള നല്ല മക്കളായി നമുക്കവരെ വളർത്താൻ സാധിക്കും.